കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം. ഇന്ന് വ്യാഴാഴ്ചയാണ്. ശ്രീ ഗുരുവായൂരപ്പനെ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ഗുരുവായൂരപ്പൻ്റെ ദിവസമാണ് എന്നെല്ലാം പറയും. രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. ശ്രീകോവിലിനകത്തതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ. ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തണുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ടാണ് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ, പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. ഈ രൂപം കണ്ടതോടുകൂടി ഭക്തന്മാരെല്ലാവരും പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാമം ചൊല്ലി അതാ നടന്ന് പോണു. ആ സോപാനപ്പടിയുടെ മുന്നിലെത്തി ആ കണ്ണനെ കണ്ണിറയെ കണ്ട് കണ്ണനോട് തൻ്റെ പരിഭവങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. ആ കണ്ണൻ അവരെല്ലാവരും അനുഗ്രഹിക്കണു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ കൈശോര വേഷം, ആ രൂപം നമുക്കൊന്ന് മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നമ്മുടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ കണ്ണനെ ഒന്ന് വിളിക്കൂ, ആ കണ്ണൻ്റെ നാമങ്ങളൊന്ന് ചൊല്ലൂ. നാരായണ 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 ഉറക്കെ ജപിച്ചോളൂ. ആ യാതൊരു സങ്കോചവും വേണ്ട. ആ സ്നേഹത്തോടു കൂടിയുള്ള നാമജപമുണ്ടല്ലോ, ആ കണ്ണന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിക്കാം, എപ്പോഴും ജപിക്കാം. ഋഷീശ്വരന്മാർ ഈ കലികാലത്ത് നമുക്ക് ജപിക്കുവാനായി തലമുറകൾ കൈമാറി തന്ന മഹാമന്ത്രമാണ്. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാവരും ജപിക്കുക. ആയുരാരോഗ്യ സൗഖ്യം നമുക്കുണ്ടാവും, കുടുംബ ഐശ്വര്യമുണ്ടാവും, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.